നിങ്ങളില്ലേ മുട്ടയിടുന്ന കോയിനെ മാത്രമല്ലേ കണ്ടിട്ടില്ലൂ. നോക്കിയാൽ എൻ്റെ കോഴി എന്താ ഇടല്, തക്കാളിയും ഉള്ളിയൊക്കെയാണ് കേട്ടാ. കോഴി എന്താ ഇട്ടോട്ടെ, പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ മസാലൻ്റെ, ഒരു രക്ഷയില്ല. അത്രക്കും അടിപൊളി ടേസ്റ്റാ. വെറുതെ തള്ളുന്നതല്ല കേട്ടാ, ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിയിട്ട് ഉണ്ടാക്കി. മനസ്സിലായില്ലേ ഞാൻ എന്താ ഉണ്ടാക്കിയെന്ന്? നമ്മളെ മസാല ഷവായി തന്നെ. അടിപൊളി റെസിപ്പി ആട്ടാ. ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഓടല്ലാന്നേ, ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. എപ്പോൾ നമ്മൾ ഈ പുറത്ത് നല്ല കഴിക്കുന്നത്, ഇടയ്ക്കൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കിയേ. പുറത്തുനിന്ന് ആക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റായിട്ടാ ഉണ്ടാക്കാൻ പറ്റല്. ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്ക്. ഫസ്റ്റ് തന്നെ ഞാനില്ലേ കുറച്ച് വെറ്റൽ മുളക് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മളെ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം. അപ്പോൾ ഇതാ സ്കിന്നോട് കൂടിയായിട്ടാണ് ഞാൻ എടുത്തിന്. സ്കിൻ എന്തായാലും വേണം, ആ സ്കിന്നിനാട്ടോ അതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നല്ല. നമുക്ക് ഇതെല്ലാം ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം എല്ലാ സൈഡിലും, മസാല ഉള്ളിലെല്ലാം എത്തണ്ടേ. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. നമുക്കിതാ നമ്മൾ ഈ വെള്ളത്തിലിട്ട് വെച്ച പച്ചമുളകല്ല വറ്റൽമുളകൊക്കെ റെഡിയായി വന്നിട്ട് ഇനി ഇതെല്ലാം നമുക്ക് ജ്യൂസിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ചെറിയുള്ളി ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയുള്ളി നല്ല ടേസ്റ്റാണ്. സാധാ ഉള്ളി ഇടുന്നതിനേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റ് നമ്മൾ ഈ ചെറിയുള്ളി ഇടുന്നതാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് 2 ചിക്കൻ്റെ ക്വാണ്ടിറ്റി ആയിട്ടാ. നല്ലോണം മസാല ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു ചിക്കനെങ്കിലും ഇത്രയൊന്നും ക്വാണ്ടിറ്റി എടുക്കണ്ട. പിന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് അധികം വെളുത്തുള്ളിയും. എനിക്കില്ലേ ഈ വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ എടുത്തിട്ടാ വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടൊമാറ്റോ ആണ്. മീഡിയം സൈസ് ടൊമാറ്റോ ആയിട്ട് എടുത്തത്. ഓവർ എളുപ്പമില്ല എന്നാൽ ചെറുതും. ഞാനില്ലേ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് 2 ചിക്കന് കണക്കായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇത്രയൊന്നും വേണം, ഒരു ചിക്കനെങ്കിൽ ഇത്രയൊന്നും വേണമെന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടി നല്ലോണം ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുകയൊന്നും വേണ്ട. പിന്നെ ഇതാ മല്ലിയില, പുതിനയില, ക്യാപ്സിക്കം, പച്ചമുളക് എല്ലാം പൊരിയിലിട്ടതാ. പാത്രം കഴുകാൻ മടിയായിട്ടെന്ന്. അപ്പം ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയിലയും ഇതൊക്കെ കുറച്ചധികം തന്നെ എടുത്തിട്ടോ. ക്യാപ്സിക്കം ഞാൻ ഇപ്പോൾ ഒരു പകുതി എടുത്തിട്ടില്ലു. പച്ചമുളക് 2 എണ്ണം. എന്താണെന്ന് വെച്ചാൽ വറ്റൽമുളക് കുറച്ചധികം ചേർത്തിനില്ല, അപ്പം അത്ര മതി. ഇനി കുറച്ചും കൂടി ഇടാനുണ്ട്. നമുക്കിതൊന്ന് അടിച്ചെടുത്ത് വരാം. ഇത് ഫുള്ളായിട്ടല്ലില്ലത്, കുറച്ച് സ്ഥലം വേണ്ടേ. ഞാൻ ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തില്ല കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഇതിലേക്ക് പൊടിയിൽ ഇട്ട് കൊടുക്കാനുണ്ട് അത്ര. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ എൻ്റെ കയ്യിൽ കുരുമുളക് ഉണ്ടായിട്ടോ, ഞാൻ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ പൊടിച്ചെടുത്തു. അപ്പോൾ നല്ല മണം ഉണ്ടായിനി. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് വലിയ ജീരകപ്പൊടിയാണ്. ചെറിയ ജീരകത്തിൻ്റെ പൊടി കേട്ടോ, മാറിപ്പോയി. പിന്നെ ഇതിലേക്ക് വേണ്ടത് അറബിക് മസാല ആണ്. അറബിക് മസാല നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും മതി. കറി മസാലയിലും ഇല്ലേ, അങ്ങനത്തെ ഏതെങ്കിലും ഒരു മസാലപ്പൊടി, കപ്സ മസാലയോ മന്തി മസാലയോ എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വലിയ ജീരകമാണ് കേട്ടോ, പൊടിച്ചത്. അതും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാലയിൽ നമ്മൾ സാധാ എല്ലാത്തിനും യൂസാക്കുന്ന ആ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല കുറച്ചേ ഇട്ടില്ലൂ. മറ്റേ അറബിക് മസാല കേട്ടോ കുറച്ചധികം ഇട്ടിനി. പിന്നെ നല്ല കട്ട തൈരായിട്ട് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് നല്ല തൈര് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു സാറ്റിസ്ഫാക്ഷൻ പോലെയാണ് വീഡിയോ കാണുമ്പോൾ അല്ലേ. 2 ടേബിൾ സ്പൂൺ ആട്ടോ തൈര് ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം വേണ്ട, നല്ലോണം ഇട്ടാൽ പിന്നെ ഭയങ്കര പുളിൻ്റെ ടേസ്റ്റ് വരും. ഇത് പിന്നെ പുളി കുറവില്ല തൈരാവുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പകുതി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം വേണ്ട കേട്ടോ, പകുതി മതിയേ. ഇതിൻ്റെ വലിയ ചെറുനാരങ്ങ, പിന്നെ ക്വാണ്ടിറ്റി അധികം ഉണ്ടല്ല. പിന്നെ ആ ഒരു സാധനം ചേർക്കുന്നത് എന്തെന്ന് പറയാമോ? ഞാനിപ്പോൾ ചേർക്കുന്നത് 2 സ്പൂണാട്ടാ. കുറച്ച് നല്ലോണം ചേർത്ത് കൊടുത്തേ. ഇതെന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായിനാ? സാധനം മനസ്സിലായിനൊന്ന് കമൻറ്റ് ഇടണം കേട്ടാ. ഇതെന്തെന്ന് മനസ്സിലായാ? എനക്കറിയാം, ആരും വന്നിട്ട് കമൻ്റ് ഒന്നും ഇടൂലാന്ന്. ഇതില്ലേ വെളിച്ചെണ്ണയാണ് കേട്ടാ. അതെല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. അറിഞ്ഞാലും ഇടൂലെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ആയിട്ടാണ് യൂസ് ആക്കുന്നത്. സാധാ ഓയിലാണ് ശരിക്കും ചേർക്കേണ്ടത്. പിന്നെ കുറച്ചും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ എന്തായാലും ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്കില്ലേ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നില്ലെങ്കിൽ ചേർത്ത് കൊടുക്കുകയേ വേണ്ട കേട്ടോ. വേണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയേ വേണ്ട കേട്ടോ. ഞാൻ പിന്നെ നമുക്കതെല്ലാം നല്ലോണം അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. നല്ലോണം അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മളെ ചിക്കനിലേക്ക് ഇതെല്ലാം ഒന്ന് നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കുക. അത് സ്കിന്നിലുണ്ടായതുകൊണ്ട് ശരിക്കും എത്തണമെങ്കിലേ നല്ലോണം കുറേ ടൈം എടുത്തിട്ട് ഉള്ളിലും എല്ലായിടത്തും കുത്തിത്താക്കിയിട്ട് ആക്കണം കേട്ടോ. എന്നാലേ ശരിക്കും മസാല പിടിക്കുള്ളൂ. വെറും കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, ഇടയ്ക്ക് കത്തിയോട് എല്ലായിടത്തും കുത്തി വേദനിപ്പിക്കണം കേട്ടോ ചിക്കനെ, എന്നാലും ഉള്ളിലേക്ക് എത്തില്ലൂ. പിന്നെ ഞാൻ ഇതിലേക്കില്ലേ
ഉള്ളിയും തക്കാളിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആരോ ഒരാളെ വീഡിയോ കണ്ടിട്ട് ഇട്ട് കൊടുക്കുന്ന കാര്യമുണ്ടോയെന്ന് അറിയില്ല. ഇനി ചിക്കൻ ചുട്ടതിന് ശേഷം മനസ്സിലാവും ഇതിട്ടിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു. ചില ആൾ മുട്ട പൊങ്ങിയത് അതാന്ന് തോന്നുന്നു ശരിക്കും നല്ലത്. ഞാൻ എന്തോ ഒരു ഇട്ടോയതാ. നമുക്കിതാ നല്ലോണം പരക്കിയിട്ടൊരു കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും എടുത്ത് വെക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ക്യാഷും എടുത്തിട്ടുണ്ടായിനി, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉണ്ടായിന്. അത് നല്ല കേട്ടോ ടേസ്റ്റ് ഉണ്ടാവും വരക്കാൻ. നമ്മൾ റെഡി ആയിട്ട് ഞാൻ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ. ഇപ്പം ഒരു 2 വിസിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുക്കറിൽ വീതി ഇല്ലാത്തതുകൊണ്ട് ഞാനത് ജസ്റ്റ് വറ്റിച്ചെടുക്കാം. മസാല ഷവായി അല്ലേ, അപ്പം ജസ്റ്റ് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ 2 വിസിലാകുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. കുറേ ടൈം ഉണ്ട് കേട്ടോ, ചെറിയ തീയിൽ ഒന്നിങ്ങനെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ലോണം കൂടുക. തീ കൂട്ടി ചെയ്താൽ പെട്ടെന്ന് കത്തിപ്പോവും. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കനോട് റെഡി ആയിട്ട് നമുക്കിത് ചെറുതായി ഒന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ആക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ വെള്ളവും പിന്നെ ഈ അരച്ച മിക്സൊക്കെ ഇല്ലേ നല്ലോണം മിക്സായി വന്നവരെ നമുക്ക് വെയിറ്റ് ആക്കാം. അപ്പോൾ നമ്മൾ ചിക്കനോട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാൻ ആ തക്കാളി ഇട്ട് എടുത്ത് നോക്കി ഇനി എന്താണെന്ന് എൻ്റെ അവസ്ഥയെന്ന്. തക്കാളി നല്ല ചുട്ട പോലെ ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഉള്ളി പാളിപ്പോയിന്ന്, ഉള്ളി വെന്തിട്ടില്ല. പിന്നെ ഉള്ളി കളഞ്ഞ് നമ്മൾ ചിക്കൻ നോക്കിയാൽ നല്ല ജ്യൂസി ആയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ക്ഷമയുണ്ടായിട്ടുള്ളൂ. അത്രക്കും അടിപൊളി മസാല. പുറത്തുനിന്ന് നക്കി നോക്കി നല്ല അടിപൊളി മസാല. അപ്പോൾ പിന്നെ വേഗം ഒന്ന് കട്ട് ചെയ്ത് തിന്നാന്നിട്ട് തിന്ന്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ കമൻറ്റ് ഏതെങ്കിലും ഒന്നെങ്കിലും ചെയ്യണേ. ഒന്നുമില്ലാന്ന് ആ ഒരു കമൻറ്റിൽ വരെ നെഗറ്റീവ് വരെ വരുന്നില്ല. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിലും ഒന്ന് ചെയ്തോട്ടോ. എന്നാൽ ഓക്കെ, പിന്നെ വീഡിയോയിൽ കാണാം.